നമസ്കാരം. വെൽക്കം ടു ഗീതാസ് ഭക്തി ഗീതം. വൺ ഡേ വൺ ശ്ലോകം. ശ്രീമദ് മഹാഭാഗവത മഹാത്മ്യം 513th day. ടുഡേ പ്രഥമസ്കന്ധ ഫസ്റ്റ് ചാപ്റ്റർ 7th ശ്ലോകം. ഗീതാസ് ഭക്തി ഗീതം ഒരു ദിവസം ഒരു ശ്ലോകം. ശ്രീമദ് മഹാഭാഗവത മഹാത്മ്യത്തിലേക്ക് സ്വാഗതം. ശ്രീമദ് മഹാഭാഗവതത്തിലേക്ക് സ്വാഗതം. ഇന്ന് ശ്രീമദ് മഹാഭാഗവതത്തിലെ ഒന്നാമത്തെ സ്കന്ധത്തിലെ പ്രഥമ അധ്യായത്തിലെ 7ാമത്തെ ശ്ലോകം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമഃ. ഓം തത്സത്. ഓം കൃഷ്ണം നാരായണം വന്ദേ കൃഷ്ണം വന്ദേ വ്രജപ്രിയം കൃഷ്ണം ദ്വൈപായനം വന്ദേ കൃഷ്ണം വന്ദേ പൃഥാസുതം. ശ്രീപരമാനന്ദനാഥനായ അദ്വൈതദീപമായി മോക്ഷേക്ഷു വൃന്ദമന്താരമായി കാരുണ്യവാരിധിയായി വിഭൂദേശനാം നാരായണൻ മമ മന്ദത മാറ്റണം. ഓം തത്സത്. ശ്രീമദ് മഹാഭാഗവത പ്രഥമസ്കന്ധത്തിലെ പ്രഥമ അധ്യായത്തിലെ 1ാമത്തെ അധ്യായത്തിലെ 7ാമത്തെ ശ്ലോകം. യാനി വേദവിധാം ശ്രേഷ്ഠോ ഭഗവാൻ ബാദരായണ അന്യേജ മുനയസൂത പരാവരവിധോ വിദു. ഓം തത്സത്. യാനി വേദവിധാം ശ്രേഷ്ഠോ ഭഗവാൻ ബാദരായണ അന്യേജ മുനയസൂത പരാവരവിധോ വിദു. ഓം തത്സത്. നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ശൗനകാദികൾ സൂതനോട് ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. ഈ കലികാലത്ത് ശ്രേഷ്ഠത നേടുവാൻ വേണ്ടി, കലിദോഷം ബാധിക്കാതിരിക്കുവാൻ വേണ്ടി എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചതിന് സൂതൻ പറയുന്ന മറുപടിയാണ് നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. ശൗനകാദികൾ സൂതനോട് ചോദിക്കുന്ന ചോദ്യങ്ങളാണ് നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. അവർ തുടർച്ചയായിട്ടുള്ള ശ്ലോകങ്ങളാണ്. വിദ്വാൻമാരുടെ സംഘത്തിൽ ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം ഇപ്രകാരമാണ്. വേദവിധാം ശ്രേഷ്ഠു, വേദവും വിദ്വാൻമാരുമായിട്ടുള്ളവരിൽ ശ്രേഷ്ഠനായിട്ടുള്ള ഭഗവാൻ ബാദരായണൻ, അതായത് വ്യാസമുനി എന്തൊന്നും അറിഞ്ഞിരിക്കുന്നുവോ, പരത്തെയും അപരത്തെയും അറിയുന്ന, അതായത് ജഡത്തെയും ജഡമല്ലാത്തതും നിലനിൽക്കുന്ന വസ്തുവിനെയും നിലനിൽക്കാത്ത വസ്തുക്കളെയും പറ്റി പരമമായ അറിവ് നേടിയിട്ടുള്ള മുനിമാരും ഏതൊന്ന് അറിഞ്ഞിരിക്കുന്നുവോ, വേദ എന്ന് പറഞ്ഞാൽ അറിഞ്ഞുവോ എന്നാണ് ഇവിടെ അർത്ഥം. പരത്തെയും പരാപര വിധോ വിധു. പരാപരം എന്ന് പറഞ്ഞാൽ അപരത്തെയും പരത്തെയും, ഉള്ളതിനെയും ഇല്ലാത്തതിനെയും ഏത് മുനിമാർ അറിഞ്ഞിരിക്കുന്നുവോ അത് നിങ്ങൾക്ക് പറഞ്ഞു തരണം എന്ന് പറയുകയാണ്. അതിന് വീണ്ടും അടുത്ത ശ്ലോകങ്ങളിലായിട്ട് പറയുകയാണ്. അതായത് വിദ്വാൻമാരുടെ സംഘത്തിൽ ഏറ്റവും ശ്രേഷ്ഠനായ ബാദരായണൻ, അതായത് വ്യാസമഹാമുനി എന്തൊന്നും അറിഞ്ഞുവോ, അപരത്തെയും പരത്തെയും അറിയുന്ന മഹാമുനിമാർ എന്തൊന്നും അറിഞ്ഞുവോ ആ അറിഞ്ഞ കാര്യം നമുക്ക് പറഞ്ഞു തരണം എന്ന് അടുത്ത ശ്ലോകങ്ങളിലായിട്ട് പറഞ്ഞു കൊടുക്കുകയാണ്. ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം ഇപ്രകാരമാണ്. ശ്ലോകം ഒരിക്കൽ കൂടി. യാനി വേദവിധാം ശ്രേഷ്ഠോ ഭഗവാൻ ബാദരായണ അന്യേജ മുനയസൂത പരാവര വിധോ വിധു. ഓം തത്സത്. വിധു എന്ന് പറഞ്ഞാൽ അറിഞ്ഞുവോ എന്നുള്ള അർത്ഥത്തിലാണ്. യാനി എന്ന് പറഞ്ഞാൽ യാതൊന്ന്. ഓം തത്സത്. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. എല്ലാവർക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും നന്മയും പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവത് സമക്ഷം ഈ ശ്ലോകം സമർപ്പിക്കുന്നു ഗീതാരാജൻ. താങ്ക് യു ഫോർ വാച്ചിങ്. ഓൾ ദ ബെസ്റ്റ്. ഹാവ് എ വെരി വെരി നൈസ് ഡേ. ഗോഡ് ബ്ലസ് യു. ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും നന്മയും ഉണ്ടാകട്ടെ. ഓം തത്സത്.